അസ്ലം, ഈ കൃത്യം 8 മണിക്ക് തന്നെ തുടങ്ങുമോ കൗണ്ടിങ്? കൃത്യം 8 മണിക്ക് തന്നെ പോസ്റ്റ് ലോട്ടിന്റെ കൗണ്ടിംഗ് തുടങ്ങും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി പോസ്റ്റ് ലോട്ടിന്റെ സർവീസിന് വേണ്ടി 4 ടേബിളുകൾ പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. വോട്ടുകളുടെ പെട്ടിയും അവിടെ എത്തിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർ എസ് എന്ന് പറഞ്ഞാൽ തന്നെ തുടങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് ക്രമീകരണം ആയിട്ടുള്ളതുകൊണ്ട് തന്നെ 7:57 3 മിനിറ്റ് കൊണ്ട് തന്നെ വോട്ടെണ്ണൽ തുടങ്ങും. ആദ്യം പോസ്റ്റ് ലോട്ട് തന്നെയാണ് തുടങ്ങുന്നത്. 4 ടേബിളുകളാണ് അതിനുവേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. 3 ഒന്ന് പോസ്റ്റ് ലോട്ടിനും സർവീസ് ലോട്ടിനും വേണ്ടിയായി ബാക്കി 3 ഉൾപ്പെടെ 4 ടേബിൾ അത് ക്രമീകരിച്ചിട്ടുണ്ട്. ബാക്കി 14 ടേബിൾ EVM-ന് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയും 8 മണിയോടുകൂടി തന്നെ യന്ത്രങ്ങൾ എത്തുകയും ബാക്കി ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി വെക്കും. 8:10 ഉദ്യോഗസ്ഥർ എസ് പറയുന്നതോടുകൂടി അവിടെ നിന്നും കൃത്യമായി തുടങ്ങും. അത് പൊട്ടിച്ച് അതിന്റെ സീരിയൽ നമ്പർ ഉൾപ്പെടെ ആദ്യം എഴുതി വെച്ച് അങ്ങനെ ഉറപ്പാക്കിയതിനു ശേഷം അതിന്റെ ഓരോ സ്ഥാനാർത്ഥികളും നേടിയ വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോഴത്തേക്കും 1-ാം റൗണ്ട് പൂർത്തിയാകും. ഇത് 14 ബൂത്തുകൾ ഒരേ സമാന്തരമായി തന്നെയാണ് 14 ബൂത്തുകളും അവിടെ 14 ടേബിളായിട്ട് എണ്ണുക. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ 1-ാമത്തെ റൗണ്ടിന്റെ റിസൾട്ടായി ഓരോന്നും അത് ഓരോ മെഷീനിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംവിധാനത്തിലേക്ക് അതിന്റെ സെർവറിലേക്ക് കൃത്യമായി തന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിനു മുമ്പ് ആദ്യഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെർവറിൽ ഫലം വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ആ സമയം കൊണ്ട് തന്നെ കൗണ്ടിംഗ് സ്റ്റേഷനിലുള്ള നമ്മുടെ സാജിദ് അജ്മൽ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അതിന്റെ ആദ്യ സൂചനകൾ ലഭിക്കും. ഏജന്റുമാരിൽ നിന്നോട് തന്നെ മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ചില സൂചനകൾ കൃത്യമായി തന്നെ ലഭിക്കും. അതുകൊണ്ട് തന്നെ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ വരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് അറിഞ്ഞു തുടങ്ങുന്നത്. എന്തായാലും ഇനി ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് 1 മിനിറ്റ് കൊണ്ട് തന്നെ തുടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആയിട്ടുണ്ട്. അവിടെ ഉദ്യോഗസ്ഥർ ഇതുമായി ഇരിപ്പുണ്ട്. അവിടുന്ന് പിന്നെ തുടങ്ങണം എന്നുള്ള തെരഞ്ഞെടുപ്പ് അവിടെ ജില്ലാ കളക്ടറാണ് മുഖ്യ വരണാധികാരി. അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശം മാത്രം ലഭിച്ചാൽ മതി. വോട്ടെണ്ണൽ തുടങ്ങിയ 8:10 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന്റെ കിട്ടുന്നതോടുകൂടി തന്നെ വളരെ പെട്ടെന്നുള്ള വിവരങ്ങളിലേക്ക് പോകും. കഴിഞ്ഞ പോസ്റ്റ് ലോട്ടിൽ UDF-നായിരുന്നു 92 ലീഡ് ഉണ്ടായിരുന്നു. അതേസമയം ഇത്തവണ LDF ലീഡ് പ്രതീക്ഷിക്കുന്ന ഒരു സെഗ്മെന്റ് കൂടിയാണ് പോസ്റ്റൽ വോട്ട് എന്ന് പറയുന്നത്. പോസ്റ്റൽ പ്ലസ് സർവീസ് വോട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ 3892 വോട്ടുകളായിരുന്നു സർവീസ് വോട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ 1402 മാത്രമേ ഉള്ളൂ. വളരെയധികം കുറവാണ് പോസ്റ്റൽ വോട്ടിന്റെയും സർവീസിന്റെ വോട്ടിന്റെ എണ്ണം. അതുകൊണ്ട് തന്നെ അതിൽ LDF ഒരു മേൽക്കൈ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതേസമയം പോസ്റ്റൽ വോട്ടിന് നമുക്കറിയാം അതെടുത്തതിന് ശേഷം അത് കൗണ്ട് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാവും. ഇലക്ട്രിക് വോട്ടിംഗ് മെഷീൻ പോലെ വളരെ പെട്ടെന്ന് നമുക്ക് ആ നമ്പർ എഴുതിയെടുക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം EVM-ന്റെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഫലസൂചന തന്നെ 8 മണിയായിരിക്കുന്നു. കൗണ്ടിംഗ് ആരംഭിക്കുകയാണ്. സാജിദ് ഉണ്ടാകും കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. സാജിദ്, തുടങ്ങിയോ പോസ്റ്റ് വോട്ട് എണ്ണാൻ? ആരംഭിച്ചിട്ടില്ല, ഉടൻ ആരംഭിക്കും. ഏതാണ്ട് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അതായത് കൗണ്ടിംഗ് ഏജന്റുമാർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് അവസാനിച്ച ഉടൻ തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും. 1402 പോസ്റ്റൽ ബാലറ്റുകളാണ് ഉള്ളത്. സർവീസ് വോട്ട് അടക്കം 1402 എണ്ണമാണ് ഉള്ളത്. ഇത് അല്പസമയത്തിനുള്ളിൽ തന്നെ എണ്ണിത്തുടങ്ങും. ഇത് സമാന്തരമായി തന്നെ EVM-ഉം എണ്ണും എന്നുള്ളതാണ്. എന്തായാലും ഉടൻ തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങാൻ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. റൈറ്റ്. എന്തായാലും ഇത്തവണ എക്സിറ്റ് പോൾ ഫലങ്ങളോ അങ്ങനെയുള്ള സർവേകളോ ഒക്കെ വളരെ കുറവായിരുന്നു നിലമ്പൂർ ഇലക്ഷനിലെ നിഷാദ്. പക്ഷേ ആളുകളുടെ ആകാംക്ഷ അടക്കാൻ കഴിയാത്തതുകൊണ്ട് ഗ്രോക്കിനോടും അതുപോലെ ചാറ്റ് GPT-യുടെ കാര്യം ജയിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഗ്രോക്ക് എൻ്റെ ഒരു സുഹൃത്തിന് കൊടുത്ത മറുപടി ആര്യാണ ഷൗക്കത്ത് 80,000-ലധികം വോട്ട് നേടും, എം സ്വരാജ് 70,000-ലധികം വോട്ട് നേടും, PV അൻവർ 20,000-ലധികം വോട്ട് നേടും, മോഹൻ ജോർജ് BJP സ്ഥാനാർത്ഥി 10,000-ലധികം വോട്ട് നേടും എന്നാണ്. അത് മാർജിൻ ഓഫ് വിക്ടറി 5,000-നും 15,000-നും ഇടയ്ക്കാണെന്ന് ചാറ്റ് GPT പ്രവചിക്കുന്നു. ഗ്രോക്ക് പ്രവചിക്കുന്നു. ആര്യാണ ഷൗക്കത്തിന് തന്നെയാണ് ഗ്രോക്കും പ്രവചിക്കുന്നത്. ആര്യാണ ഷൗക്കത്ത് 80,000-ലധികം വോട്ട് നേടും, സ്വരാജ് 60,000, PV അൻവർ 18,000, മോഹൻ ജോർജ് 9,000. ഇതൊക്കെയാണ് AI വെച്ചിട്ടുള്ള കണക്ക്. AI പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലും മറ്റും നടക്കുന്ന ഡിസ്കഷൻസും അല്ലെങ്കിൽ പൊതുവായ മൂഡ് AI അല്ലെങ്കിൽ ചാറ്റ് GPTയും ഗ്രോക്കും ഒക്കെ കാണുന്നതും UDF-ന്റെ വിജയമാണ്. UDF-ന്റെ വിജയം 15,000-ലധികം വോട്ടുകളുടെ മഹാവിജയം UDF നേടാൻ പോകുന്നു എന്ന് UDF അവകാശപ്പെടുമ്പോൾ എന്നാൽ അങ്ങനെയല്ല. നേരിയ ഭൂരിപക്ഷത്തിലായിരിക്കും UDF-ന്റെ വിജയം എന്ന് കണക്ക് കൂട്ടുന്നവരുണ്ട്. നേരിയ ഭൂരിപക്ഷത്തിൽ എം സ്വരാജ് LDF-ന് വേണ്ടി നിലമ്പൂരിൽ നിന്ന് വിജയിച്ച് കയറി വരും എന്ന അഭിപ്രായവും കണക്ക് കൂട്ടലും ആത്മാർത്ഥമായി തന്നെ പങ്കുവെക്കുന്നവരെയും നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും
വലിയ പോരാട്ടമായിരുന്നു, സങ്കീർണമായ പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിന്റെ ഒടുവിൽ LDF-നെതിരായി UDF ഒരു വലിയ വിജയത്തിന്റെ, വലിയ ജനവിധിയുടെ ഒരു പിന്തുണ ഉറപ്പാക്കൽ സൃഷ്ടിക്കുമോ ഇവിടെ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. നിലമ്പൂരിൽ പലയിടത്തായി ആളുകൾ, ഇപ്പൊ UDF-ന്റെ ഒരു ക്യാമ്പിൽ നിന്ന് ആളുകൾ ജനവിധി കാണാൻ നേതാക്കളും പ്രവർത്തകരും ഒക്കെ കാത്തിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഉടൻ കാണുന്നത്. അല്പസമയത്തിനകം വോട്ടെണ്ണൽ തുടങ്ങുകയും ആദ്യത്തെ ലീഡ് വേഗം പുറത്തു വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആദ്യം